ഇതേവരെ നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ വേറൊരു കട്ട്ലറ്റിനെ കുറിച്ച് ചിന്തിക്കുകയേയില്ല. പൊളിയെന്ന് വെച്ചാൽ പൊളി സാധനം. അപ്പൊ ഇന്ന് നമുക്ക് തയ്യാറാക്കാം ഏത്തപ്പഴം കട്ട്ലറ്റ്. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള ഏത്തപ്പഴം, അതായത് 600 ഗ്രാം ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇതൊന്ന് അവിച്ച് അഥവാ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിലെ ചൂടൊക്കെ മാറി വരുന്ന സമയത്ത് നെടുകെ കീറിയിട്ട് നടുവിലുള്ള ആ കറുത്ത അരിമണി പോലുള്ള കുഞ്ഞു 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 മണികളുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ശേഷം ഒരു സ്പൂണോ സ്മാഷറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കഴിവതും ഏതാണ്ട് ഒരു 75% പഴുത്ത പഴമായിരിക്കണം ഇതിനായിട്ട് എടുക്കാൻ. അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്കത് ഉടച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. പോരാത്തതിന് ഒരിക്കൽ കൂടി ഈ കാണുന്നത് പോലെ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കേണ്ടതായിട്ടും വരും. അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല, സ്മാഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കുക. ശേഷം ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് മൂപ്പിക്കാം. ഇങ്ങനെ ഈ ഇട്ട് കൊടുത്ത തേങ്ങയുടെ കളർ ഒന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചധികം നേരം നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പഞ്ചസാരയൊന്ന് അലിഞ്ഞു കിട്ടണം. അതുവരെ മാത്രം തീ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലെ ചൂട് മാറി കഴിയുമ്പോഴേക്കും ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇവ കൂടാതെ വേവിച്ചുടച്ചു വെച്ചിരുന്ന പഴവും നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കയ്യിലെടുത്തുരുട്ടി ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഒന്നെങ്കിൽ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അതല്ല ഇനി ഓവൽ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ റെക്ടാങ്കിൾ ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 3-4 എണ്ണം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്കൊന്ന് മുക്കിയിട്ട് നേരെ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ രീതിയിൽ ഒരു 4 എണ്ണമെങ്കിലും തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കട്ട്ലറ്റ് പൂർണ്ണമായും മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ എല്ലാ വശവും ഒരുപോലെ ഒരേ സമയം മൂത്ത് കിട്ടും. കൂടാതെ കുറച്ചധികം സമയമെടുത്ത് നമുക്കിത് മൂപ്പിക്കേണ്ടതായിട്ടില്ല. അതിന്റെ ആ ഒരു പുറം ഭാഗം മൂത്ത് ചുവന്ന് കിട്ടാൻ കുറഞ്ഞതൊരു 3-4 മിനിറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിന്റെ ആ ഒരു പുറം ഭാഗം മൂപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇടയ്ക്ക് 1-2 തവണ തിരിച്ച് മറിച്ച് വിട്ടു കൊടുക്കാം. അങ്ങനെ കട്ട്ലറ്റ് ഈ കാണുന്നത് പോലെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. കഴിച്ചാൽ മതി വരില്ല, അതാണ് ഐറ്റം. അപ്പൊ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.